ഈ രാമായണം സിനിമ ഫാൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്റ്റഫർ നോളൊക്കെ സിനിമ ചെയ്യുന്ന രീതി നമുക്ക് എല്ലാവർക്കും അറിയാലോ. അത്യാവശ്യം CG ഒക്കെ വളരെ കുറവ് വെച്ചിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് മൂപ്പരാള്. ടെനറ്റിലൊക്കെ ആ ഫ്ലൈറ്റൊക്കെ പൊട്ടിച്ചത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പരിപാടിയാണ്. അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയലിലുള്ള ആ കൃഷി സ്ഥലമൊക്കെ ആള് പക്ക നട്ടുപിടിപ്പിച്ച് വലുതാക്കി എടുത്ത ഒരു ഫീൽഡാണ്. സോ റിയൽ ലൊക്കേഷൻസിനാണ് ആള് കൂടുതലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഇമ്പാക്ട് ആ സ്ക്രീനിൽ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. അതുപോലെ ഒഡീസി സിനിമയിൽ ആൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ഐലൻഡിൽ മറ്റേ ലെസ്റ്റ്ഗോണിയൻസ് ആയിട്ടുള്ള ഫൈറ്റ് സീൻ വരുന്നുണ്ടല്ലോ. ഒരു ഹൈറ്റ് ഉള്ള കുറെ ആംഡ് മനുഷ്യന്മാര് ഇവരെ ഒഡീസി ഗ്യാങ്ങായിട്ട് ഫൈറ്റ് ചെയ്യുന്ന വിഷ്വല്. അത് ആക്ച്വലി ഒരു 7 അടിയോളം ഹൈറ്റുള്ള കുറെ മനുഷ്യന്മാര് വെച്ചിട്ടാണ് അത് ചെയ്തത്. അതുപോലെ തന്നെ ഒഡീസി ഗ്യാങ്ങിന് ഒരു 5 അടി ഹൈറ്റ് കുറവുള്ള ആളുകളെ വെച്ചിട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ആ ഹൈ ഡിഫറൻസ് കറക്റ്റ് ഫീൽ ചെയ്യും. അങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു കപ്പൽ വിഷ്വല് കംപ്ലീറ്റ്ലി മെഡിറ്ററേനിയൻ സീയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു മൈസാരിയൻ നേവൽ വെസലിനെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് അവർ കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇതെല്ലാം അവർ ആർട്ട് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള പരിപാടികളാണ്. റിയൽ ഫുട്ടേജ് ആണ്, CGI ഇല്ല. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം സൈക്ലോപ്സിന്റെ ആ ഒരു ഗുഹയിലെ സീൻ ആക്ച്വൽ ആൻഷ്യൻ ടെക്സ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഗ്രീസിലുള്ള ആ ഒരു കേവിലാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. 60 അടിയോളം ഹൈറ്റുള്ള ഒരു പപ്പറ്റ് ഉണ്ടാക്കി. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ പാവക്കുത്ത് പരിപാടികളില്ലേ അതേപോലെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ ഒരു 40-ൽ കൂടുതൽ ആടുകൾ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു ഗുഹയ്ക്കകത്ത് 40 ആടുകൾ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്മെൽ പരിപാടികളൊക്കെ അറിയാലോ. അപ്പൊ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ കിട്ടും. അതുപോലെ ട്രോയ് രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്ന വിഷ്വലും അതൊരു തരി ഫയർ പോലും അവർ കത്തിച്ചിട്ടില്ലെന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി LED വാൾസ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ ഫയർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കളർ ടെമ്പറേച്ചറും അതുപോലെ ഫ്ലിക്കറിംഗ് ഒക്കെ പ്രിസൈസ്ലി മാച്ച് ചെയ്തിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അണ്ടർവേൾസിനൊക്കെ ഐസ്ലാൻഡിലെ ഒരു മിഡ് നൈറ്റ്സ് ആണ്, ഒരു പുലർച്ചെ ഒരു 12 മണി ആ സമയത്താണ് ഷൂട്ട് ചെയ്തത്. ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ചിലാണ് കംപ്ലീറ്റ് പരിപാടി ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ആ ഒരു മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇവരൊക്കെ എത്രത്തോളം ട്രാവൽ ചെയ്യുന്നു, എത്രത്തോളം എഫേർട്ട് ഇടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ കുറച്ച് റിയൽ ലൊക്കേഷൻസ് കുറച്ച് എഫേർട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വിഷ്വൽ ആർക്കും ചെയ്യാൻ പറ്റും. ഇവര് മനുഷ്യന്മാരൊക്കെ തന്നെയല്ലേ, ആരോട് പറയാൻ.